പോസ്റ്റ് സർജിക്കൽ മാനേജ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഇമ്മൊബിലൈസേഷൻ നമ്മൾ കെട്ടിവെച്ചതിനൊക്കെ ശേഷം റെസ്റ്റ് പറയും. നമ്മൾ എത്ര കാലമാണ് റെസ്റ്റ് എടുക്കേണ്ടത്, അതെങ്ങനെ നമ്മൾ അറിയും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടി വന്നു. ആൾ നല്ല പോലെ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ആളുമാണ്. അപ്പോൾ ആളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ഗ്രോയിൻ പുള്ളി ഇഞ്ചുറി വന്നതിന് ശേഷം ഇനീഷ്യലി കൊടുക്കേണ്ട റെസ്റ്റ് കൊടുത്തില്ല. ഉടനെ തന്നെ കളിക്കാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട്, കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നല്ലൊരു ക്ലബ്ബിൽ കളിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, ഉടനെ തന്നെ ജോയിൻ ചെയ്ത് കളിച്ചു. ഇപ്പോൾ അതിനുശേഷം 3 മാസം അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ആ ഇനിഷ്യൽ ഘട്ടത്തിൽ ഒരു 7 ദിവസത്തെ റെസ്റ്റ് പ്രോപ്പറായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഒരു 3 മാസം ഇത് വേണ്ടി വന്നത്. അപ്പോൾ ഒരു മസിൽ സ്ട്രെയിനൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഗ്രേഡ് 1 ഇഞ്ചുറിയിൽ ഒരു 3 ദിവസം 4 ദിവസം റെസ്റ്റ് വേണ്ടതെങ്കിലും ഗ്രേഡ് 2-ൽ ഒരാഴ്ചയൊക്കെ റെസ്റ്റ് വേണ്ടി വരും. ഈ ലിഗമെൻ്റ് ഇഞ്ചുറി ആണെങ്കിൽ ഗ്രേഡ് 1-ൽ ഒരു 5 to 7 days ഒക്കെ വേണമെങ്കിൽ ഗ്രേഡ് 2-ൽ ഒരുപക്ഷെ 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എക്സാമിനേഷൻ കഴിയുമ്പോൾ തന്നെ ഇത്ര നാൾ റെസ്റ്റ് എന്നുള്ളത് നമ്മൾ പറയും. എയർലി റീഹാബിലിറ്റേഷൻ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചെയ്യാവുന്ന ഓപ്റ്റിമം ലോഡിംഗ് എന്ന് പറയുന്ന, കാരണം പെട്ടെന്ന് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ബാൻഡേജോട് കൂടി തന്നെ വെയിറ്റ് ബെയറിങ് ചെയ്യാവുന്ന അത്രയും വെയിറ്റ് ബെയർ ചെയ്യാനാണ് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത്, പെട്ടെന്ന് സ്പോർട്സിലോട്ട് തിരിച്ചു വരാൻ.